നല്ല സൂപ്പർ ഫുഡ്. അപ്പൊ നീ പറഞ്ഞത് സത്യമായിരുന്നല്ലേ പ്രദീപ്? നിരാളി ഇത്ര നന്നായി ഫുഡ് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടല്ലേ സാറേ പറഞ്ഞത് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് കഴിക്കാൻ പറഞ്ഞൊന്നും. നിനക്കറിയാവോ ഡാർലിംഗ്, സാർ എപ്പോഴും ഓഫീസിലെ വീട്ടിലെ ഫുഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രദീപേ, ആ പറഞ്ഞൊന്നും പോരാ. ഇവിടെ വന്ന് കഴിച്ചപ്പോഴാ ശരിക്കുള്ള ടേസ്റ്റ് അറിഞ്ഞ്. നിരാലി, ഞാൻ ഇന്ന് വരെ ഒരിക്കലും ഇത്ര നല്ല ഫുഡ് കഴിച്ചിട്ടില്ല. എന്റെ പൊന്ന് സാറേ, ഇത്രയും പോഴത്തല്ലേ? അതെന്താ, പുകഴ്ത്തി അവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരുമോ? അല്ലേ പ്രദീപേ? സാറേ കൈ കഴിയട്ടെ. ആ, കഴുകാം. പ്രദീപ് സർ, നാളെ രാവിലെ എനിക്കൊരു അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ എത്താൻ ഇത്തിരി വൈകും. ഇതൊരു 10 ലക്ഷം രൂപയുണ്ട്. ഇത് ഓസ്വാൾ സാറിന് കൊടുത്തേക്കണം. സോ ഐ ലീവ്. സർ കുറച്ചു നേരം ഇവിടെ കഴിഞ്ഞിട്ട് പോവാം. അയ്യോ വേണ്ട, ഇനി എന്നാ ശരിയാവില്ല. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ശരി, അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരണേ. ഉറപ്പായിട്ടും. ഓക്കെ. പ്രദീപ്, ഈ 10 ലക്ഷം രൂപ ചുമ്മാ തന്നിട്ട് പോയോ? ഇത് എന്തൊരു വലിയ ഉത്തരവാദിത്വമാ. നിരാലി, ഇതൊന്നും ഒന്നുമല്ല. രാജീവ് സാറിന്റെ വണ്ടിയുടെ ഡിക്കിയിലെ നോട്ടുകെട്ടുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുക. ശരിക്കും? ആ, ഓക്കെ സർ, ശരി. ആ സർ, സാറേ ആ ജെജെയും കമ്പനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. 12 മണിക്ക് മുൻപ് ഞാൻ ഓഫീസിലെത്തും. ഓക്കെ സർ. ബാങ്കിലെ ആ 1.5 കോടിയുടെ പേയ്മെന്റ് ഇല്ലേ, അത് ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നേക്കാം. ശരി സർ, ഗുഡ് ബൈ സർ. ഞാൻ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് നിന്നോട് പറയാ സാറിനെ വീട്ടിലോട്ട് വിളിക്കാൻ. നീ എന്താ വിളിക്കാത്തെ? സാറ് ഭയങ്കര തിരക്കുള്ള ആളാ. സാറിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? നിനക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എനിക്ക് പറയാൻ പറ്റുമല്ലോ. ഒരു കാര്യം ചെയ്, നീ ആ സാറിന്റെ നമ്പർ ഇഞ്ഞതാ, ഞാൻ വിളിച്ചോളാം. അല്ല പക്ഷേ കിഷയൊന്നുമില്ല, നീ ആ നമ്പർ ഇഞ്ഞതാ. എന്നാ ശരി, ഞാൻ നമ്പർ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട്, നീ വിളിച്ചാൽ മതി. ഓക്കെ. അയ്യോ, ഞാൻ കിച്ചണിൽ പാല് വെച്ചിരുന്നു, ഒന്ന് നോക്കട്ടെ. ഹലോ. ഹലോ നിരാലി, സാറിന്റെ എന്റെ സൗണ്ട് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലേ? നിന്റെ സൗണ്ട് അങ്ങനെ മറക്കാൻ പറ്റുമോ? നിന്റെ കോളെപ്പോ വരുമെന്ന് ഞാൻ കാത്തിരിക്കായിരുന്നു. ശരിക്കും? അതെന്താ? എനിക്കങ്ങനെ ഒരു കഴിവ് പണ്ട് മുതലേ ഉണ്ട്. മറ്റുള്ളവരെ അവരുടെ കണ്ണീന്ന് ഞാൻ മനസ്സിലാക്കും. അത് ശരി. എന്നിട്ട് സാറെന്താ മനസ്സിലാക്കിയേ? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അതൊക്കെ അറിയണോ? പറയൂ സർ. പ്രദീപ്, താൻ ഇന്ന് തന്നെ കൽക്കട്ടയ്ക്ക് പോണം. എന്നിട്ട് ആ ഡീൽ എങ്ങനെയെങ്കിലും ക്ലോസ് ആക്കണം. ഓക്കെ സർ. കേട്ടോ? സാറ് കൊള്ളാലോ. സാറിന്റെ മനസ്സ് പറഞ്ഞ കേട്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. സാർ ഒരു മിനിറ്റേ. ആ, പ്രദീപനെ വിളിക്കുന്നുണ്ട് സാർ. എടുക്ക്. ആ പ്രദീപ്. നിരാലി, എനിക്കിപ്പോ തോന്നുന്നത് എന്റെ പ്രൊമോഷൻ ഉടനെ ഉണ്ടാവുമെന്നാ. അതുണ്ടാവുന്നേ, നീ ഇത്ര കഷ്ടപ്പെടുന്നല്ലേ. നിനക്കറിയോ, ഇന്ന് വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ കൊൽക്കത്തയിലേക്ക് പോവാ. 7.5 കോടിയുടെ ഡീലാ. ആഹാ, 7.5 കോടിയുടെ ഡീലോ? ഇത് ശരിക്കും വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ. ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോളാം. ശരി. ആഹാ, കേറി വാ സാറേ. നിനക്കറിയോ, നിന്റെ ഫുഡിൽ മാത്രമല്ല മാജിക്, നിന്റെ കണ്ണിലൊരു മാജിക് ഉണ്ട്. മറ്റുള്ളവരെ പുകഴ്ത്താനായിട്ട് സാറിനെ കഴിഞ്ഞ ആളുള്ളൂ. നീ ശരിക്കും ഒരു അപ്സരസാണ്. അപ്പൊ പുകഴ്ത്തണ്ടേ? സാറേ, ഇനിയിപ്പോ പുകഴ്ത്താനായിട്ട്
ഒരുപാട് കാര്യങ്ങളുണ്ട്. ആണോ? എങ്കിൽ ആദ്യം ഒന്ന് കണ്ണടച്ചേ. അതെന്തിനാ? കണ്ണടയ്ക്കുന്നേ, എന്നിട്ടാ കൈ ഒന്നിട്ടേ. ആ ശരി. ഇനി ആ കണ്ണൊന്ന് തുറന്നേ. വാവ്, സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുണ്ട്. ഇത്രയ്ക്ക് ഭംഗിയില്ല. താങ്ക് യു സോ മച്ച് രാജീവ് സർ. രാജീവ് സാറല്ല, രാജീവ് എന്ന് വിളിക്കേ. നിന്റെ രാജീവ്. നിരാലി, നിരാലി, ആ പ്രദീപ്, പ്രദീപ് നിരാലി, വന്നോ? നിരാലി, നിരാലി. ഇതെന്തായി കാണിക്കുന്നേ? ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തില. എന്തു പറ്റി? രാജീവ് സാർ എനിക്ക് പ്രമോഷൻ തന്നു. ആണോ? ആ. ശരിക്കും? 80,000 രൂപയായി ഇപ്പൊ എന്റെ ശമ്പളം. 80,000 ആ. രൂപയോ? വാവ്, കൺഗ്രാറ്റുലേഷൻസ്. ഇന്ന് നമുക്ക് പുറത്തു പോയി ഡിന്നർ കഴിക്കാം. ആ, നമുക്ക് പോവാം. വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ പെട്ടെന്ന് വന്നേക്കാം. ഉം. എന്തൊന്നാ ഇത്? ഇത് ഇനി എന്ത് ചെയ്യും? അവിടെ ഫോണിൽ നിന്ന് വിളിക്കാം. ഇതെന്താ ഇതിന് പാസ്വേഡൊക്കെ? നിരാലി, ഇതിനെന്തിനാ പാസ്വേഡ് ഇട്ടേക്കുന്നേ? എന്താ, എന്തു പറ്റി? ഏയ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു മെയിലിന് റിപ്ലൈ കൊടുക്കണം. എന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് നിന്റെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുക്കാനാ. പാസ്വേഡ് എന്താ? 128-218. നിരാലി, എന്താ ഇതൊക്കെ? അത് പ്രദീപിന്റെ ബർത്ത്ഡേ വരുന്നില്ലേ, അതിനുള്ള സർപ്രൈസ് പ്ലാനിങ് ആയിരുന്നു. അത് പ്രദീപ് കാണാതിരിക്കാനാ ഞാൻ പാസ്വേഡ് ഇട്ട് വെച്ചത്. അത് ശരി. അപ്പൊ ഇനി എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഒന്നും ഉണ്ടായിരിക്കില്ലല്ലോ? അതെന്താ? അതിപ്പോ ആ ബർത്ത്ഡേ സർപ്രൈസിനെ കുറിച്ച് നീ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ? എന്ത് സർപ്രൈസാ? അതോ, നിനക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അഭിനയിക്കാനും അറിയാന്ന്.
ആ ഒരു മിനിറ്റ്, ആരോ പുറത്തു വന്നിട്ടുണ്ട്. അയ്യോ, നിങ്ങളായിരുന്നോ? ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയല്ലോ. ഫോൺ വിളിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? ഇപ്പൊ മുമ്പിലെത്തിയില്ലേ? അയ്യോ, ഈ വാതിലെങ്കിലും അടയ്ക്ക്. അതിനൊന്നും എനിക്ക് ക്ഷമയില്ല. നിന്നെ വിടാനും പോകുന്നില്ല. നീ എൻ്റെ കൈക്കുള്ളിൽ തന്നെ നിൽക്കണം. നിന്റെ ശരീരത്തിൻ്റെ ഗന്ധം എനിക്ക് ആസ്വദിക്കണം. എനിക്കൊരൊറ്റ മിനിറ്റ് പോലും കളയാൻ പറ്റില്ല. നിന്നെനിക്ക് മതിയാവുന്നില്ലല്ലോടി. ഷേടാ, പിന്നെ വന്നോ? പിന്നെ പിന്നെയും വന്നു. ആര്? പ്രദീപ് വന്നോന്നാ ഞാൻ ചോദിച്ചേ. ആ പ്രദീപ് ഒന്ന് നിന്നേ. ദാ ഉച്ചക്കലത്തെ ഫുഡ്. ഹാപ്പി ബർത്ത്ഡേ. ഞാനത് മറന്നുപോയി. താങ്ക് യു സോ മച്ച്. അത് പിന്നെ മറക്കുമല്ലോ. ഈ ഇടയായിട്ട് ഭയങ്കര ജോലി തിരക്കാ. ഇതെന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ ലേറ്റാവുന്നു. ഇറങ്ങട്ടെ. ബൈ. അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും പ്രദീപിനെ അയക്കാതിരുന്നൂടായിരുന്നോ? എന്തിന്? ഇന്ന് സെലിബ്രേഷൻ ആണെന്നും പറഞ്ഞ് നിന്നെ തൊടാനോ? ഇല്ല. ഇപ്പൊ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. മറ്റൊരാൾ നിന്നെ തൊടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ശരി, സാറിന് ഇത്തിരി പൊസസീവ്നെസ് കൂടുന്നില്ലേ? അതിന് ആരോ വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഏയ്, നീ ഇവിടെ നിൽക്ക്. ആരോ അത് വന്നിട്ടുണ്ടെന്ന്. ഡെലിവറി ബോയ് വല്ലതുമായിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ തന്നെയല്ലേ കേക്ക് ഓർഡർ ചെയ്തേ പ്രദീപിന് വേണ്ടി. ആണോ? ഞാൻ ദേ ഇപ്പ ആപ്പിൽ ചെക്ക് ചെയ്തോളൂ. കമേൻ. അതവിടെ വെച്ചിട്ട് താൻ പൊക്കോ. എന്തായി ചെയ്യുന്നേ? അതിന് അയാൾക്ക് ഞാനാരെന്നറിയോ? നീ എന്റെ ഭാര്യ എന്നല്ലേ അയാൾ വിചാരിക്കുള്ളൂ. താൻ പോയില്ലേ? ഓ, ടിപ്പ് വേണോ? ഇത് വാങ്ങിക്കേ, എന്നിട്ട് സ്ഥലം വിട്. ആ പിന്നെ ആ വാതിലടച്ചിട്ട് പോണം.
പോയി നോക്കാം. പ്രദീപ്, നീ അവനി, മതി രാജീവ്, തനിക്കൊരു കാര്യം അറിയോ? തന്നെ എനിക്ക് ഒരുപാട് വിശ്വാസമായിരുന്നു. പ്രദീപ് എന്നോടെല്ലാം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ പാവം പ്രദീപിനെയാ സംശയിച്ച്. നീ ഇവന് പ്രൊമോഷൻ കൊടുത്ത് സാലറി കൂട്ടിയപ്പോ ഇവന്റെ ആർത്തി കൂടിയതാണെന്നാ ഞാൻ വിചാരിച്ചേ. പ്രദീപ് എന്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലായിരുന്നു. പക്ഷെ ഇവൻ ആണയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ആവണി ഒന്ന് പോയി നോക്കുന്നതിൽ എന്താ തെറ്റെന്ന്. പക്ഷെ ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രദീപ് എനിക്കെല്ലാം വാട്സപ്പ് ചെയ്ത് സത്യമല്ല എനിക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. അവണി, സത്യം പറഞ്ഞാൽ ഞാൻ മാപ്പിന് അർഹനല്ല. എങ്കിലും ഞാൻ നിന്നോട് പറയാ, പറ്റുമെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. അതൊരിക്കലും നടക്കില്ല. ഇനി അതുണ്ടാവില്ല. നിരാലി, എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമായിരുന്നു. ഞാൻ നിന്നെ എങ്ങനെയൊക്കെ സ്നേഹിച്ചു. നിനക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു തന്നില്ലേ? എന്നിട്ട് നീ പക്ഷെ പ്രദീപ്, വേറൊന്നുമല്ല, നിന്റെ അത്യാഗ്രഹമാ ഇതെല്ലാം. എന്നാ നമ്മുടെ ഡിവോഴ്സ് പേപ്പർ, നീ ഇതിലൊരു ഒപ്പിട്ട് തന്നേക്ക്. പക്ഷെ പ്രദീപ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. രാജീവ് എന്നെ ഓരോന്ന് പറഞ്ഞ് മയക്കിയതാ. ഇതെന്തൊക്കെയാ പറയുന്നേ? എനിക്കെല്ലാം അറിയാം. എല്ലാത്തിന്റെയും സത്യാവസ്ഥ ദാ ഇതിലുണ്ട്. ചേച്ചി, എന്താടി വിളിച്ചേ? അവനി, ചേച്ചിന്നോ? നിന്നെ പോലുള്ളവര് അത്യാഗ്രഹം മൂത്തിട്ട് വീടും കുടുംബം എല്ലാം നശിപ്പിച്ചു കളയുന്നവരാ. നീ ഒരുപാട് ആഗ്രഹിച്ച ഈ പണം ഉണ്ടല്ലോ, അതെല്ലാം എന്റെയാ. നിന്റെ കയ്യിൽ ഒരു നെക്ലസ് ഇരിക്കുന്നില്ലേ, അതും എന്റെയാ. രാജീവിന്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. നിരാലി, ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ. ഇല്ല പ്രദീപ്, ഞാൻ സൈൻ ചെയ്യില്ല. പറയുന്ന കേക്ക്, സൈൻ ചെയ്യാൻ. ഇല്ല പ്രദീപ്, ഞാൻ ചെയ്യില്ല. മര്യാദയ്ക്ക് സൈൻ ചെയ്യാൻ. ഇല്ല. എന്തേ കാണിക്കുന്ന? അവളെ വിട് പ്രദീപ്. എന്തേ കാണിക്കുന്ന പ്രദീപ്? മിസ്റ്റർ രാജേഷ് ശർമ്മ, സാർ, അത് ഞങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ നിർത്തിയില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരണം. ഇൻസ്പെക്ടർ സാറേ, ഒന്ന് നിന്നേ. എന്റെ പതിവ്രതയായിട്ടുള്ള ഈ ഭാര്യയും കൂടെ കൂട്ടിക്കൊണ്ട് വയ്ക്കോ. അവരെ ഇങ്ങോട്ട് വിളിക്കേ. പ്രദീപ്, പ്ലീസ് എന്നോട് ക്ഷമിക്കണം. പ്ലീസ് എന്നോട് ക്ഷമിക്കണം.